പത്തനംതിട്ട കോന്നിയിലെ ഓണാഘോഷം കരിയാട്ടത്തിന് സമാപനം. 500-ലധികം കലാകാരന്മാർ അണിനിരുന്ന കരിയാട്ടം കാണുവാനായി പതിനായിരങ്ങളാണ് കോന്നിയിൽ ഒഴുകിയെത്തിയത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പ്രഥമ കരിയാട്ടം പുരസ്കാരത്തിന് എഴുത്തുകാരൻ ബെന്യാമിൻ അർഹനായി. വേടന്റെ സ്റ്റേജ് ഷോയോടെയായിരുന്നു പരിപാടിയുടെ അവസാനം. തൃശൂരിന് പുലിക്കളി എന്ന പോലെയാണ് കോന്നിക്ക് കരിയാട്ടം. കരിവീരന്മാരായി 100ഓളം ഗജവേഷധാരികൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് പരിപാടിയുടെ ഭാഗമായത്. അക്ഷരാർത്ഥത്തിൽ കോന്നി നഗരത്തെ കരിയാട്ടം കളറാക്കി. ഗജവീരന്മാർ അണിനിരുന്ന ഘോഷയാത്രയെ ആഹ്ലാദത്തോടെയാണ് ഏവരും വരവേറ്റത്. ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം ആളുകൾ കരിയാട്ടം കാണാനെത്തി. വിനീത് ശ്രീനിവാസൻ, സിത്താര തുടങ്ങിയ പ്രമുഖരുടെ സ്റ്റേജ് ഷോയും ജനസാഗരത്തെ കോന്നിയിലേക്ക് എത്തിച്ചു. വേടൻ അവതരിപ്പിച്ച സ്റ്റേജ് ഷോയോടെ ആയിരുന്നു കരിയാട്ടം പൂർത്തിയായത്. കോന്നിയെ ടൂറിസം കേന്ദ്രമാക്കി വളർത്തുകയാണ് ലക്ഷ്യമെന്ന് KU ജനീഷ് കുമാർ MLA പറഞ്ഞു. കാനന ആരാധനാലയങ്ങളും പ്രകൃതി ഭംഗിയും ഒക്കെ കൊണ്ട് സുന്ദരമാണ് നമ്മുടെ കോന്നി. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാക്കി നമ്മുടെ കോന്നിയെ മാറ്റാൻ സംശയമില്ല. പരിപാടി ഫുൾ വൈബ് ആണല്ലോ എന്ന് മന്ത്രി വീണ ജോർജിന്റെ കമന്റ്. എന്തൊരു വൈബാണ് എൻ്റെ മക്കളെ. ഞാൻ വിചാരിക്കും ഇവിടെയാണ് ആവേശം. ഒരു തിര പോലെ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് അവിടേക്ക് പോകുമ്പം അവിടെയും ആവേശം. എവിടെയാണ് ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള ആളുകളെന്ന് നമുക്ക് പറയാൻ വയ്യാത്ത വിധം ആവേശത്തോടെയുള്ള ഒരു സായാഹ്നമാണ്. വളരെ 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 സന്തോഷമുണ്ട്. ഈ സായാഹ്നം നിങ്ങളുടേതാണ്. പ്രഥമ കരിയാട്ട പുരസ്കാരത്തിന് എഴുത്തുകാരൻ ബെന്യാമിൻ അർഹനായി. 10 ദിവസം നീണ്ടുനിന്ന കരിയാട്ടം ഫെസ്റ്റിൽ തൊഴിൽ മേള, അന്താരാഷ്ട്ര കയാക്കിംഗ് മത്സരങ്ങൾ, വിവിധ സെമിനാറുകൾ, ഫുഡ് ഫെസ്റ്റ്, പ്രദർശന വിപണന മേള തുടങ്ങിയവയും അരങ്ങേറി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കരിയാട്ടം കാണാനായി കോന്നിയിലേക്കെത്തി. 9 ദിവസം നീണ്ടുനിന്ന പരിപാടി പൂർത്തിയാകുമ്പോൾ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ച സംഘാടന മികവിന്റെ മാതൃക കൂടിയായി മാറി കരിയാട്ടം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.